നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി പേര് വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകണ്ടോ? ക്യാമറ വാങ്ങിക്കാൻ ലേറ്റസ്റ്റ് ആയിട്ട് GoPro 11 വന്നിട്ടുണ്ട്. A7 III, A7 R3, A7 R4, A7 IV, A7 S3. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഡ്രീം സിറ്റിയിലാണ് കേട്ടോ. ഡ്രീം സിറ്റിയിൽ കുറെ കമന്റ് വന്നിരുന്നു, ക്യാമറ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമോ, ക്യാമറയുടെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാമോ. അപ്പൊ നമ്മുടെ റാഷിദ് ഭായിയോട് ചോദിച്ചപ്പോ, റാഷിദ് ഭായിക്ക് ഉണ്ട്, റാഷിദ് ഭായി ചോദിച്ചപ്പോ പറഞ്ഞു ഞായറാഴ്ച വന്നോ, ഇവിടെ ഫ്രീ ആണ്, തിരക്കൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. റാഷിദ് ഭായ് ഫുഡൊക്കെ കഴിച്ചു ഇവിടെ. ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ തന്നെ എത്തി റാഷിദ് ഭായ്. ഓക്കെ, നമുക്ക് തിരക്ക് ഉണ്ടാവരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. റാഷിദ് ഭായും തിരക്കിലായി പോകും പിന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അറിയേണ്ടത് ക്യാമറയെ കുറിച്ചിട്ടാണ്, ക്യാമറയുടെ പ്രൈസുകളെ കുറിച്ചിട്ടാണ്, പുതിയ മോഡലിനെ പറ്റിയിട്ടൊക്കെയാണ്. റാഷിദ് ഭായ് 2-3 മോഡലൊക്കെ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ സോണി എടുത്തു വെച്ചിട്ടുണ്ട്, കാനോൺ എടുത്തു വെച്ചിട്ടുണ്ട്. റാഷിദ് ഭായ് നമുക്ക് ഏതിൽ തുടങ്ങാം? ആദ്യം മിറർലെസ്സിൽ തുടങ്ങാം. ഓക്കെ, ഏതാണ്? ഓക്കെ, M50. ശരി, M50. ഓക്കെ, M50 Mark II. ഫുൾ കിറ്റ് ആണ്. ഫുൾ കിറ്റ് ആണ്, എസൻഷ്യൽ ബണ്ടിൽ കിറ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇത് ഫുള്ളായിട്ട് 2400 വരുന്നുണ്ട്. 2400 വരുന്നുണ്ട്. ഇതിപ്പോ സിംഗിൾ ആയിട്ട് വരുന്നില്ല, ഫുൾ ബണ്ടിലായിട്ടാണ്. നമ്മുടെ വ്ളോഗിംഗ് ക്യാമറ M50 എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇറങ്ങുമായിരുന്നില്ല, അതിന്റെ അപ്ഡേഷൻ മോഡലാണോ? M50 Mark II ആണ്. ഒരു റോഡ് മൈക്ക് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, ഗർലാപോഡ് ഉണ്ട്. ഓക്കെ, ലെൻസ് ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്, ലെൻസ്. ഓക്കെ, അപ്പൊ ഫുൾ ബണ്ടിലായിട്ടാണ് വരുന്നത്. ബാഗ് ഉണ്ട്. ഓക്കെ, അടിപൊളി സാധനമാണ്, വ്ളോഗിങ്ങിനൊക്കെ പറ്റിയ സാധനമാണ്. അടിപൊളി. ഓക്കെ, സോണിയിൽ ഏതാണ്? 6600. ശരി, ഇതിന്റെ പ്രൈസ് 135 കിറ്റ് അടക്കാണ്. 5950 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഇതും ഇതുപോലെ തന്നെ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. ഇത് കോംബോ ആണ്, മെമ്മറി കാർഡ് ഇല്ല. കോംബോ 6600. ഓക്കെ, കാനോണിൽ തന്നെ നമുക്ക് അടുത്ത മോഡൽ ചെയ്ത് പോകാൻ പറ്റും, പറയാൻ പറ്റും. കാനോൺ അവിടെ കുറച്ചിരിപ്പുന്നുണ്ട്. നമ്മള് ഇതൊക്കെ ക്രൈനൊക്കെ നേരത്തെ നമ്മൾ എടുത്തതാണ്, അത് പറയണ്ട. ശരി, 4000D ഉണ്ട്. 4000D ഇരിക്കുന്നുണ്ട്. 4000D 1200, 2000D 1300. ഓക്കെ, 250D 1900. 200D എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നല്ലോ. 200D ഡിസ്കണ്ടിന്യൂ ആയി. അതിനുശേഷം 200D ആണോ 200 ആയിരുന്നോ? 200 ആയിരുന്നല്ലോ. 200D അത് ശരിയാണ്, കാനോൺ D ആണ്. ഓക്കെ, അതൊക്കെ ഡിസ്കണ്ടിന്യൂ ആയല്ലേ? ഓക്കെ, അപ്പോ നമ്മള് കാനോണിലെ ഏകദേശം ഇത്രയേ ഉള്ളൂ അല്ലേ പറയാനായിട്ട്? വേറെ 90D ഒക്കെ ഉണ്ട്. നമ്മൾ പ്രൊഫഷണലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അല്ലെ, ഒരു പ്രൊഫഷണൽ ലെവലിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും 90D 5100. ഓക്കെ, 90D. പിന്നെ അത് നിക്കോന്റെ ആണോ? കൂൾ പിക്സ് എന്ന് പറഞ്ഞിട്ട് 3600 ആണ് കേട്ടോ. ഓക്കെ, അത് അതിന്റെ അപ്പുറം തന്നെ അറ്റാച്ച് ലെൻസ് ആണ്. അത് ശരി. ഓക്കെ, നമുക്ക് EOS 5D ആണ് അവിടെ. Mark 4. സോറി, എത്രയാണ്? 9400. അതൊക്കെ നല്ല നല്ല പ്രൊഫഷണൽ ലെവൽ ക്യാമറയല്ല ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നാട്ടിലെ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോ അവൾക്ക് ഒന്ന് ചിലപ്പോൾ വന്ന് വാങ്ങിക്കാനൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഫുൾ ഫ്രെയിം ക്യാമറയാണ് കാനോന്റെ R6. ഓക്കെ, R6. പിന്നെ EOS R. ഓക്കെ, EOS R ന് 5500, R6 ന് 8100. ശരി, R6. ഓക്കെ, ജസ്റ്റ് ബോഡിയാണ്. അത് ശരി. ഇനി നമുക്ക് ക്യാമറ സോണിയുടെ അതുപോലെ നമുക്ക് കാനോന്റെ തന്നെ ലെൻസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. 2470, 7200, 85mm, 8135. അതിന്റെ റേറ്റ് കൂടെ ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. 2470 5400, 85mm 1.4 4600 വരുന്നുണ്ട്. 7200 5900. ഓക്കെ, കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കും. കൂടുതൽ കുറയാനാ സാധ്യത. അതിനനുസരിച്ച് നമ്മുടെ കമ്പാരിറ്റീവ്ലി ക്യാമറ പ്രൈസ് എങ്ങനെ കുറയുന്നുണ്ടോ അതോ കുറയും? അതെങ്ങനെയാ കുറയുന്നത്? ഏത് ടൈമിലാണ് കുറയാൻ സാധ്യത? അങ്ങനെ ടൈമില്ല. ഇപ്പൊ പിന്നെ ഓരോ ആഴ്ച ഓരോ മാസവും എന്തെങ്കിലും കുറച്ച് ഡ്രോപ്പ് ആവും. അത് ശരി. അതായത് ഇപ്പൊ നമ്മളിപ്പോ എല്ലാ പ്രൊഡക്റ്റും ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് ഡ്രോപ്പ് ആവുന്ന പോലെ അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ ഇനി നമുക്ക് സോണിയുടെ പറയണം. ശരി,
സോണിയില് A7 III അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെ ബ്ലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതിന്റെ അത് കുഴപ്പമില്ല പറഞ്ഞു. A7 III, A7 R3, A7 R4, A7 IV, A7 S3. ഒന്ന് കാണിച്ചേക്കെടുത്ത്. ഇപ്പൊ എടുക്കുന്ന ഏതൊക്കെയാ? A7 IV ആണ് എടുക്കുന്നത്. മാസ്റ്റർ പീസ് ആണല്ലോ ഇപ്പോഴത്തെ. ആഹാ, ഇതിന് എത്രയാ വരുന്നത്? ഇത് 200 7,900 ഒക്കെ വരുന്നുണ്ട്. നമ്മളിത് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ. മാർക്കറ്റിൽ ഇതിനേക്കാളും കൂടാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, R4 ആണ് വരുന്നത്. 8,900 വരുന്നുണ്ട്. ഇന്ത്യൻ മണിയാമോ ഇൻറ്റു 21, 22. A7 III ന്റെ 5,300 വരുന്നത്. A7 III അത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. ശരി, അടുത്തത് സോണിയില് ലെൻസസ് ഉണ്ട്. 24mm 1.4 4200, 1635 5900, 35mm 1.4 G master. ഇതൊക്കെ G master ലെൻസ് ആണ്. അത് ശരി, അത് 4,600. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി പേര് വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകണ്ടോ? ഒത്തിരി പേര് ക്യാമറ വാങ്ങിക്കാനായിട്ട് വന്നിട്ട് പോകുന്നുണ്ട്. അത്രയ്ക്ക് ലാഭമാണല്ലേ കമ്പാരിറ്റീവ്ലി? എന്തായാലും ഒരു വലിയ ക്യാമറ എടുക്കുന്നാണെങ്കിൽ ഒരു 40,000 50,000. അല്ല, ചിലവര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും അതുപോലെ കോയമ്പത്തൂർ അങ്ങനെയൊക്കെ പോയി എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഡൽഹി കോയമ്പത്തൂരൊന്നും വിശ്വസിച്ചൂടാ. അതാണ് പ്രശ്നം. നമ്മളിത് ദുബായ് ഇന്റർനാഷണൽ മാർക്കറ്റാണ്. 100% നമുക്ക് വിശ്വസിച്ചിട്ട് ഇത് ലെവല് വേറെ സ്ഥലമാണ്. അതാണ് 100% നമുക്ക് വിശ്വസിച്ചെടുത്ത് പോവാ. ഇവിടെ അങ്ങനെ ഒരു പറ്റിക്കൽസ് പരിപാടി അങ്ങനെ ഒന്നും നടക്കുന്നില്ല. അതിൽ ഇതെല്ലാം പബ്ലിക്കായി വെക്കുന്ന. അതെ, പിന്നെ നമ്മുടെ ഈ കട എത്ര കൊല്ലായി എന്ന് പറഞ്ഞേക്കാ? ഓൾമോസ്റ്റ് ഒരു 24 years. അല്ല, 24 yearsന്റെ വിശ്വസ്തതയും കൂടി നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ പ്രൊഡക്റ്റിന്റെ ഒപ്പം വിശ്വസ സാധനം. നല്ല സാറ് പറയുന്ന പോലെ, അറ്റ്ലസ് സാറ് പറയുന്ന പോലെ. പാവം ഇപ്പൊ കുറച്ചാളും പറഞ്ഞില്ലല്ലേ. ശരി, അപ്പോ നമ്മൾ ഏകദേശം ക്യാമറ ലെൻസും പിന്നെ ഇനി ഏതെങ്കിലുമൊക്കെ ഇനി വിട്ടുപോയിട്ടുണ്ടോ? ഇനി നമുക്ക് ആക്ഷൻ ക്യാമറയിലേക്ക് പോകാം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് GoPro 11 വന്നിട്ടുണ്ട്. നല്ല പാക്കിംഗ് ആണല്ലോ അതിന്റെ പ്രത്യേകത. നല്ല രസമുണ്ട് ഇതിന്റെ കാണാനായിട്ട് പാക്കിംഗ്. ഒരു GoPro 11ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ പാക്കിംഗ് നല്ല രസമുണ്ട് കാണാൻ. GoPro 10 23 മെഗാപിക്സലാണ്. ഇത് 27 മെഗാപിക്സലാണ് നമ്മുടെ പുതിയ വാട്ടർ പ്രൂഫ്. 10 meters 33 feet വാട്ടർ പ്രൂഫ് ആണ്. പുതിയ പ്രോസസറാണ് ഇതിന്റെ. അത് ശരി, ഏതാ പ്രോസസർ? GP2 ആണ് ഇതും. പക്ഷെ ഇതിന്റെ GP2ന്റെ ലേറ്റസ്റ്റ് പ്രോസസർ GP2 പ്രോസസർ ആണ്. പിന്നെ വാട്ടർ പ്രൂഫ് സെയിം ആണ്. ഓക്കെ, ഇതിന് GoPro 11 എത്രയാന്ന് പറഞ്ഞില്ല. 1,700 വരുന്നുണ്ട്. 1,400. പിന്നെ ഒരു മെയിൻ കാര്യം GoPro 11 നമ്മുടെ ദുബായില് ബണ്ടിൽ പാക്ക് ഒന്നും എത്തിയിട്ടില്ല എന്നല്ലേ? GoPro 11 ബണ്ടിൽ പാക്ക് എത്തിയിട്ടില്ല. GoPro 10 1,500 ബണ്ടിൽ പാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ കാര്യം ഞാൻ കുറച്ചു നേരം മുമ്പ് ചോദിച്ചായിരുന്നല്ലോ നമ്മള് വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. GoPro 10ന്റെ ബാറ്ററിന് ഷൂട്ട് ആവുമോ? എനിക്കൊരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. അതൊന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, അതൊന്നും നമുക്ക്, കാരണം ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് 2-3 ആഴ്ചകളും ഇറങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. ഇപ്പൊ അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. സെയിം ആയിരിക്കും. ഓക്കെ, എന്തായാലും വീഡിയോ ക്ലാരിറ്റിയിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം അത്രയ്ക്കുള്ള ഒരു എത്രയാണ് MP? ഏകദേശം 27 അല്ലേ? 27 MP എന്ന് പറയുമ്പോൾ തന്നെ ക്ലാരിറ്റി. സിനിമ വരെ എടുക്കുന്നുണ്ട്. ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ബാറ്ററി കിട്ടും. പിന്നെ നമുക്ക് ഇൻസ്റ്റയിലേക്ക് പോകണം. ഇൻസ്റ്റയുടെ പ്രൈസ് ഏതൊക്കെ മാറ്റം ഉണ്ടോ? നമുക്ക് പുതിയ വരുന്നുണ്ട്. ഇൻസ്റ്റ 360 1x3. അപ്പൊ അതിന് നെക്സ്റ്റ് വീക്ക് ലോഞ്ച് ആവുള്ളൂ. ഇപ്പൊ 1x2 ഉണ്ട്, 1RS എഡിഷൻ ഉണ്ട്. ഓക്കെ, അതിന്റെ പ്രൈസ് എത്രയാണ്? 1RS എഡിഷൻ 1790. 1x2 1400. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഗിംബൽ നമ്മള് ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആളുകൾ കുറെ. കാരണം നമ്മുടെ ഞാൻ പറയാൻ വിട്ടുപോയി, കഴിഞ്ഞ വീഡിയോ മീൻസ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഗിംബൽ റിലേറ്റഡും ഡ്രോൺ റിലേറ്റഡ് വീഡിയോ എടുത്തിരുന്നു. അതിനകത്ത് ഗിംബലിന്റെ പ്രൈസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ നമ്മുടെ ചാനലിൽ കയറി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്യാമറ ഏകദേശം അൺലിമിറ്റഡ് ആണ്. അത് ശരി, ആളുകൾ കൂടുതൽ നമുക്ക് ആവശ്യപ്പെടുന്ന ആണ് നമുക്ക് ഇപ്പൊ പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓക്കെ,
അപ്പൊ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ക്യാമറകൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാലേക്കാ. ശരി, അപ്പൊ നമ്മുടെ വീഡിയോ ക്യാമറ റിലേറ്റഡ് വീഡിയോ ആയിരുന്നു. നമ്മുടെ ഇക്ക രാവിലെ തന്നെ വരാൻ പറഞ്ഞു, രാവിലെ തന്നെ എത്തി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് തിരക്കൊന്നുമില്ല, തിരക്കില് വന്നു തുടങ്ങി. ശരി, അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യുക. തിരക്കായിരിക്കും രാത്രി 10-11. അയ്യോ, ഒന്നും പറയണ്ട. ശരി, അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഉണ്ടെങ്കിൽ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.